കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ തകർച്ചയായിരുന്നു 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. അതായത് ഇടതുപക്ഷത്തിൽ വലിയ തോതിലുള്ള ഒരു കൂട്ടക്കൊഴിച്ചിൽ സംഭവിക്കാൻ പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവ് തന്നെയാണ് ഇടതുപക്ഷത്തിൽ നിന്നും പ്രത്യേകിച്ച് CPM നിന്നുമുള്ള ഒരു കൂട്ടക്കൊഴിച്ചിൽ തന്നെയും. അതായത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപേ ആയിട്ട് തന്നെയും ഈ പറയുന്ന തോതിൽ ഇടതുപക്ഷത്തിൽ നിന്നും വലിയൊരു കൂട്ടക്കൊഴിച്ചിൽ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. അതായത് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇടതുപക്ഷത്തിൽ നിന്നുള്ള ഒരു കൂട്ടക്കൊഴിച്ചിൽ ചെന്നെത്തിക്കൊണ്ടിരിക്കുന്നത് അത് BJPയിലേക്കാണ് എന്നുള്ള ഒരു വലിയ സത്യമാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമെന്ന് പറയും. അതായത് വലതുപക്ഷത്തേക്ക് പോലും എത്താതെ ഇടതുപക്ഷത്തിൽ നിന്നും കൂട്ടക്കൊഴിഞ്ഞു പോക്കലുകൾ ഉണ്ടാകുമ്പോൾ അത് നേതാക്കൾ, പ്രവർത്തകരടക്കം നിരവധി പേർ, അതായത് ഒറ്റയടിക്ക് കൊഴിഞ്ഞു പോയിരിക്കുന്ന 200-ലധികം ഇടതുപക്ഷ നേതാക്കൾ, പ്രവർത്തകരടക്കം 200-ലധികം പേർ ഒറ്റയടിക്ക് BJP പക്ഷത്തേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട കാര്യമെന്ന് പറയുന്നത്. അതും നിരവധി ജില്ലകളിൽ പലതരത്തിലുമുള്ള കൂട്ടക്കൊഴിഞ്ഞുപോക്കലുകളാണ് തെരഞ്ഞെടുപ്പിന് മുൻപും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ. അതിൽ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഇടതുപക്ഷത്തിലെ പല നേതാക്കൾ ഉൾപ്പെടെ ഇപ്പോഴും മറുകണ്ഠം ചാടാനായിട്ട് കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ്. അതിൽ ഇടതുപക്ഷത്തോട് ചായ്വുള്ള പല ഗ്രൂപ്പുകളും ഈ പറയുന്ന തോതിൽ സഖ്യം ചേർന്ന് നിൽക്കുന്ന പല പാർട്ടികൾ ഉൾപ്പെടെ ഈ പറയുന്ന തോതിൽ BJP പക്ഷത്തേക്ക് ചാടാനായിട്ടുള്ള ഏറ്റവും വലിയ സാധ്യതയാണ് നിലവിൽ കാണുന്നത് തന്നെ. ഇതുവരെയും, അതായത് ഇടതുപക്ഷത്തിൽ നിന്നും നിലവിലത്തെ സാഹചര്യത്തിൽ ഇതുവരെയും BJPയിലേക്ക് പോയവരുടെ എണ്ണത്തിൽ കണക്കില്ല എന്ന് വേണം എടുത്തു പറയാനായിട്ട്. അതിൽ ഏറ്റവും കൂടുതൽ പേര് പോയിരിക്കുന്നത്, അതായത് ഒറ്റയടിക്ക് ഏറ്റവും കൂടുതൽ പേർ പോയിരിക്കുന്നത് 200-ലധികം പേരാണ് BJPയിലേക്ക് ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് ഈ പറയുന്ന ഇടതുപക്ഷം വിട്ടുകൊണ്ട് CPM വിട്ടുകൊണ്ട് BJP പാളയത്തിലേക്ക് എത്തിയത് തന്നെ. അതും ഇടതുപക്ഷ കോട്ടയിൽ നിന്ന് തന്നെയുള്ള കൂട്ടക്കൊഴിഞ്ഞു പോക്കലുകൾ നിരവധി ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് ആലപ്പുഴയിൽ നിന്ന് തന്നെ നിരവധി പേരാണ് BJP പാളയത്തിലേക്ക് എത്തിയത് തന്നെ. അതോടൊപ്പം തന്നെ തൃശ്ശൂർ, തിരുവനന്തപുരം അങ്ങനെ തുടങ്ങി പല ജില്ലകളിൽ നിന്നും വളരെ വലിയ തോതിൽ കൂട്ടക്കൊഴിഞ്ഞു പോക്കലുകൾ ഇടതുപക്ഷ പാളയത്തിൽ നിന്നും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുള്ള ഒരു റിസൾട്ട് ഈ പറയുന്ന ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഇടതുപക്ഷത്തിന് വളരെ വ്യക്തമായി മനസ്സിലാക്കി. അതായത് ഈ കൂട്ടക്കൊഴിഞ്ഞു പോക്കലുകൾ ഉൾപ്പെടെ അവർക്ക് തിരിച്ചടിയായി മാറിയ തരത്തിലോട്ട് കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മാറി എന്നുള്ളതാണ് വാസ്തവം. അത് ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തോതിൽ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത്. ഇനി അങ്ങോട്ട് വലിയ തോതിൽ അപ്രതീക്ഷിതമായിട്ടുള്ള വളരെ വലിയ തോതിലുള്ള ഒരു കൂട്ടക്കൊഴിച്ചിൽ, അതിൽ പ്രധാനപ്പെട്ട നേതാക്കളടക്കം നിരവധി പ്രവർത്തകരടക്കം ഇടതുപക്ഷ ചായ്വുള്ള പല കുടുംബങ്ങളടക്കം നിരവധി പേർ ഈ പറയുന്ന തോതിൽ ഇടതുപക്ഷം വിട്ടുകൊണ്ട് UDFയിലേക്കും അതോടൊപ്പം തന്നെ BJPയിലേക്കും ചേക്കേറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ പോകാൻ പോകുന്നത് ഈ പറയുന്ന തോതിൽ ഇടതുപക്ഷം വിട്ടുകൊണ്ട് BJP പാളയത്തിലേക്ക് തന്നെയായിരിക്കും എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന് ശേഷവും തെരഞ്ഞെടുപ്പിന് മുൻപും വളരെ വലിയ തോതിലുള്ള കൂട്ടക്കൊഴിഞ്ഞു പോക്കലുകൾ അവർക്ക് വലിയ തോതിൽ തിരിച്ചടിയായി മാറി എന്നുള്ളത് കണക്കുകൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ഇനിയും തുടർന്നുകൊണ്ടിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്ന് തന്നെയാണ് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്.